ഹായ് ഗായ്സ്, വെൽക്കം ടു മമ്മൂസ് ഫുഡ് കോർട്ട്. ഇന്ന് ഞാനിവിടെ ഒരു അടിപൊളി ബീഫ് ദം ബിരിയാണി ആയിട്ടാണ് വന്നത്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ബിരിയാണി എന്താ ആർക്കും അറിയാത്തതാണോ? പക്ഷേ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഉണ്ടാക്കാറ്. അതുകൊണ്ട് എല്ലാവരും എൻ്റെ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി നോക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എൻ്റെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തത്. നമുക്കതൊരു കുക്കറിലോട്ടേക്ക് ഇടാം. പിന്നെ ആവശ്യത്തിന് സാൾട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചിട്ട് നമുക്കിത് 25 മിനിറ്റ് വേവിക്കാൻ വെക്കാം. പിന്നെ ഇതിൽ വേറൊരു പൊടികളും വെള്ളവും ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതേപോലെ തന്നെ വേവിച്ചെടുത്ത് നമുക്ക് നല്ല അടിപൊളിയിൽ കിട്ടുന്നതായിരിക്കും. ഇത് 25 മിനിറ്റ് കഴിഞ്ഞ് നല്ല അടിപൊളിയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 4 മീഡിയം സൈസ് ഉള്ളിയാണ് എടുത്തത്. അഥവാ ഇത് വലിയ സൈസാണെങ്കിൽ 3 എണ്ണം മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള സാൾട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചറും 1 ടേബിൾ സ്പൂൺ ഗാർലിക്കും 3 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി പേസ്റ്റും ആഡ് ചെയ്യാം. എരിവ് നല്ല കൂട്ടിയിട്ട് തന്നെയാണ് ആക്കിയത്. പൊതുവെ നമ്മളെ മലയാളികൾക്ക് എരിവാണല്ലോ ഇഷ്ടം. അപ്പോൾ ഇത് നല്ലോണം ആവുന്നത് വരെ നമുക്കിനി കുറച്ച് സമയം മൂടി വെക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്ക് ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യാം. ഞാനിവിടെ 3 ടൊമാറ്റോ ആണ് എടുത്തത്. വലിയതായിക്കൊണ്ട് 3 എണ്ണം മതി. അഥവാ ചെറുതാണെങ്കിൽ 4 എണ്ണം വേണം. അഥവാ തക്കാളിക്ക് പുളി കുറവുണ്ടെങ്കിൽ ഹാഫ് ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമ്മളെ തക്കാളി നല്ല അടിപൊളിയായിട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ 2 ടീസ്പൂണ് പെപ്പറും 2 ടീസ്പൂണ് ഗരം മസാല നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഹാഫ് ടീസ്പൂണ് ഉലുവ പൗഡറും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ മട്ടൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഇതേ സ്റ്റൈൽ തന്നെ ആണ് ഉണ്ടാക്കേണ്ടത്. പിന്നെ ചിക്കനും ഫിഷും മസാല ചേഞ്ച് വരുന്നുണ്ട്, ഇതേപോലെ എല്ലാം ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ ബീഫ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ബീഫ് വേവിച്ചതിൽ തീരെ വെള്ളമില്ല. അഥവാ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ തന്നെ ആഡ് ചെയ്തിട്ട് ഡ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് കൊറിയാണ്ടർ ലീഫും കറി ലീഫും പുതിനയും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ എല്ലാം ഇട്ടതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ്സ് ഇത് മൂടി വെക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. അതിന് 3 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്യാം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് ഇതിൽ തന്നെ ഗാർണിഷ് ചെയ്യേണ്ട ഓണിയനും കാഷ്യൂം വറുത്തെടുക്കാം. അപ്പോൾ ഉള്ളി നല്ലോണം ഫ്രൈ ആവണം. ഇത് നമുക്ക് നല്ലോണം ഫ്രൈ ആക്കി എടുക്കാം. ഇതേപോലെ നമുക്ക് ഫ്രൈ ചെയ്തിട്ട് വേറൊരു പ്ലേറ്റിലോട്ടേക്ക് ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ ചെറിയൊരു പീസ് പട്ടയും ഗ്രാമ്പും ഏലക്കാവും നമുക്ക് ഇപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്തതിൽ തന്നെ ആഡ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ റൈസാണ് ആക്കാൻ പോകുന്നത്. 1 കിലോ ബീഫിന് 1 കിലോ റൈസ്.
1 കിലോ റൈസ് എന്ന് പറയുമ്പോൾ ഒരു 4 കപ്പ് ആയിട്ട് വരും. അപ്പോൾ 4 കപ്പ് റൈസിന് നമ്മൾ 6 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇത് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കാം. അപ്പോൾ ഇത് വെള്ളം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മളെ റൈസ് ആഡ് ചെയ്യാം. കഴുകി വെച്ച് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് വെള്ളം ഊറ്റിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇനി ആവശ്യമുള്ള സാൾട്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് ഗീയും കൂടി ആഡ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഒണിയനും പിന്നെ കാഷ്യൂ ഒക്കെ ഫ്രൈ ചെയ്തുകൊണ്ട് ആ ഗീൻ്റെ സ്മെല്ല് അതിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ലാസ്റ്റ് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചത്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇളക്കി കൊടുക്കാം. ഏകദേശം വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ ഫ്ലെയിമാക്കി മൂടി വെക്കാം. അപ്പോൾ നമ്മൾ ഗീ റൈസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റാം. സെയിം പാത്രത്തിലല്ല ദമ്മിടുന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ ദമ്മിടുന്ന പാത്രത്തിലോട്ടേക്ക് നമുക്ക് ചോറ് മാറ്റിയാൽ മതി. അപ്പോൾ ഇത്രയും നമുക്ക് ഇതിൽ തന്നെ വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഫ്രൈ ചെയ്ത ഓണിയന് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് മസാല ആഡ് ചെയ്യാം. ഇനി നമുക്കിത് എല്ലാ ഭാഗത്തും ഒന്നാക്കി കൊടുക്കാം. നമ്മളിത് ഒറ്റ ലെയറിലാണ് ദമ്മാക്കുന്നത്. ക്വാണ്ടിറ്റി കൂടുതലുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഡബിൾ ലെയർ ആക്കിയിട്ട് ദമ്മ് ചെയ്യേണ്ടതുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊറിയാൻഡറും കൂടി ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള റൈസൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ റൈസിൻ്റെ മിഡിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മളെ കയ്യിൽ തന്നെ എടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതിൻ്റെ മുകളിൽ ബാക്കിയുള്ള റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബാക്കിയുള്ള ഓണിയൻ ഫ്രൈ ചെയ്തതും കൂടി ആഡ് ചെയ്തിട്ട് കൊറിയാൻഡർ ലീഫും പിന്നെ കാഷ്യൂ നട്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ദമ്മാവാൻ വേണ്ടി നമുക്കൊന്ന് ഫോയിൽ ചുറ്റി കൊടുക്കാം. ഫോയിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൈ കൊണ്ടൊന്ന് വെള്ളം തൊട്ട് അവിടെ തടവിയത്. ഇനി നമുക്ക് മൂടി വെക്കാം ഇത്. അപ്പോൾ ഇതാ നല്ല വൃത്തിയിൽ ദമ്മായിട്ടുണ്ട്, നല്ല അടിപൊളിയിൽ, കണ്ടില്ലേ? അപ്പോൾ ഗൈസ് ഇത് നമ്മളെ ബീഫ് ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ബൈ.